ജനം ഡിബേറ്റിലെ പരാമർശത്തെ തുടർന്ന് റിമാൻഡിലായി ഇരിക്കുന്ന പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വിധി പറയുക. കഴിഞ്ഞ ദിവസം വിധി പറയാൻ പരിഗണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. മിഥുൻ അയ്യപ്പൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അതിനു മുമ്പായി വീണ, നമുക്കറിയാം പി സി ജോർജിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതിയെ അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. തനിക്ക് ഓക്സിജന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഓക്സിജൻ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഒരു ദിവസം ഉറങ്ങാൻ കഴിയുകയുള്ളൂ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ആ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ജാമ്യം നൽകിയാൽ അതൊരു മോശം സന്ദേശമാണോ സമൂഹത്തിന് നൽകുന്നത് എന്ന് തുടങ്ങിയുള്ള ചില വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇന്ന് ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകനടക്കം അവിടേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഇന്നാണ് പി സി ജോർജിൻ്റെ കേസിൽ വിധി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ച് തന്നെ ആകുമല്ലോ വിധി വരിക? തീർച്ചയായിട്ടും പി സി ജോർജ് റിമാൻഡിൽ കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം തലേദിനെ തുറന്ന ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം ഹാജരായി. പിന്നീട് 14 ദിവസത്തെ റിമാൻഡിലേക്ക് വിടുകയായിരുന്നു. ഇന്ന് 4 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനിടെ നൽകിയ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം കോടതി പരിഗണിക്കുകയും വിശദമായിട്ടുള്ള വാദമാണ് കേട്ടത്. പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പരാതിക്കാർക്കും കഴിഞ്ഞ മുൻകൂർ ജാമ്യം തള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വാദങ്ങളല്ലാതെ പുതിയ ഏതെങ്കിലും വാദങ്ങൾ ഉന്നയിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ കണ്ടത്. പക്ഷേ അത്തരം വാദങ്ങളെല്ലാം തന്നെ വിചാരണ സമയത്ത് തെളിവുകളുടെ എല്ലാം സാന്നിധ്യത്തിൽ പറയേണ്ട വാദമുഖങ്ങളല്ലേ എന്നാണ് പി സി ജോർജിന്റെ അഭിഭാഷകൻ ഈ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ചോദിച്ചത്. ഏതായാലും പോലീസ് കഴിഞ്ഞ ദിവസം എല്ലാ നടപടിക്രമങ്ങളും, അതായത് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി മറ്റു നടപടിയിലേക്ക് നീങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കോടതി പലതവണ ആവർത്തിച്ചെടുത്ത് ചോദിച്ചതാണ് കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിനിടെ ഇനി എന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചിരുന്നു. പക്ഷേ റിപ്പോർട്ട് പ്രകാരം നടപടികൾ പൂർത്തിയാക്കാനില്ല. പക്ഷേ ജാമ്യം നൽകരുത് എന്നുള്ള വാദത്തിൽ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്തത്. ഒപ്പം തന്നെ പരാതിക്കാരനും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ ജാമ്യം നൽകാതിരിക്കാൻ ഏത് വകുപ്പ് പ്രകാരം വാദിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം പി സി ജോർജിന്റെ അഭിഭാഷകൻ എടുത്തു ചോദിച്ചു. ഒരാളുടെ റിമാൻഡിൽ തന്നെ തുടരണമെങ്കിൽ നിയമം നിഷ്കർഷിക്കുന്ന 3 പ്രധാന സാധ്യതകളുണ്ട്. ആ 3 പ്രധാന സാധ്യതകളും പി സി ജോർജിന് അനുകൂലമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് പി സി ജോർജിന്റെ അഭിഭാഷകൻ തുടർച്ചയായി കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ ആരോഗ്യസ്ഥിതി അത് വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് പി സി ജോർജ്. ആൻജിയോപ്ലാസ്റ്റി അടക്കം അദ്ദേഹത്തിന് നടത്തേണ്ടതുണ്ട്, ശസ്ത്രക്രിയക്കടക്കം വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മികച്ച ചികിത്സയ്ക്ക് പി സി ജോർജിന് അവകാശമുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് കസ്റ്റഡിയിൽ അദ്ദേഹം തുടരണം, റിമാൻഡിൽ അദ്ദേഹം തുടരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് പി സി ജോർജിന്റെ അഭിഭാഷകൻ ചോദിച്ചത്. ഏതായാലും ഈ റിപ്പോർട്ടിന്റെയും അതുപോലെ തന്നെ ആരോഗ്യ അവസ്ഥകളും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു ജാമ്യം നൽകാനുള്ളൊരു സാധ്യത തന്നെയാണ് പി സി ജോർജുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 11 മണിയോടുകൂടി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് 11 മണിയോടുകൂടി വ്യക്തമായ ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.